ഇന്ന് റമദാൻ സീരീസിൽ നമുക്ക് ചിക്കൻ കൊണ്ടുള്ള ചീസ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ 3 ഉരുളക്കിഴങ്ങാണ്. ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് കേട്ടോ, 2 പച്ചമുളക്. അതൊക്കെ നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം. അതിലോട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. കുറച്ച് മല്ലിയിലും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ചില്ലി ഫ്ലെക്സ് ഒഴിവാക്കരുത്, നല്ല ടേസ്റ്റാണ് കേട്ടോ അതിടുന്ന സമയത്ത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കാൻ മറക്കരുത്, അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഒറിഗാനോ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്രെഡ് ക്രംസ് കേട്ടോ, കുറേ അധികം എടുക്കണ്ട. കുറച്ചൊരു 3 ബ്രെഡ് സ്ലൈസാക്കി എടുത്തിട്ട് അത് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് അതിനകത്തോട്ട് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ബോൾ ഷേപ്പിലോ നമ്മളെ പിന്നെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിതിപ്പം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ കഴിക്കാൻ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും ടേസ്റ്റ് ഇതുപോലെ തന്നെയാണല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾക്കിതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് മൊസറല്ല ചീസ് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പിന്നെ മുട്ട മിക്സ് കലക്കിയെടുത്തതിൻ്റെ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് കേട്ടോ അതിനകത്തോട്ടിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾക്ക് പിന്നെ കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും പറ്റും. ഫ്രീസറിൽ വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കാരണം നമ്മൾ സാധാ കട്ട്ലേറ്റ് പോയാലേ അല്ല, നമ്മൾ സാധാ കട്ട്ലേറ്റൊക്കെ ബ്രെഡ് പൊടി ചേർക്കുന്നില്ല. ഇത് ബ്രെഡ് പൊടിയും കൂടെ ചേർത്ത് ചീസും കൂടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് പൊടിഞ്ഞു പോവില്ല കേട്ടോ. നമ്മൾ സാധാ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പം പൊടിഞ്ഞു പോകുന്നത് പോലെ എണ്ണയിലിട്ടാൽ പൊടിഞ്ഞു പോവില്ല. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, എന്നാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചീസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെയാണ് ചീസ് ബോളെന്നും പറയാറുണ്ട് കേട്ടോ. ചീസ് ബോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. അതേ ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മക്കൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടമാവും. അതുപോലെ തന്നെ റമദാനിന് നല്ല ചീസും എരിവും കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ കടിയാണ്. ഞാൻ നിങ്ങൾക്കിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ ചീസൊക്കെ വലിയുന്നത്, എന്താ ഒരു ഭംഗിയല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണാം.